എറണാകുളം കുണ്ടന്നൂരിലെ തോക്ക് ചൂണ്ടിയുള്ള കവർച്ചയിൽ 7 പേർ അറസ്റ്റിൽ. പിടിയിലായവരിൽ ഒരാൾ എറണാകുളത്തെ അഭിഭാഷകനാണ്. സംഘത്തിൽ മുഖം മൂടി ധരിച്ചെത്തിയ 3 പേരെ കൂടി പിടികൂടാനുണ്ട്. നവമി ദിനേശ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. നവമി, ഇപ്പോൾ കൂടുതൽ ആളുകൾ പിടിയിലാകുന്നുണ്ട്. അന്വേഷണം പല തലങ്ങളിലേക്ക് നീങ്ങുന്നുമുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പിടിയിലായ ഒരാൾ എറണാകുളത്തെ അഭിഭാഷകനാണ്. നവമി ദിനേശിലേക്ക് നമുക്ക് എത്താം. എന്തായാലും കേരളം ഞെട്ടലോടെ കേട്ട ഒരു സംഭവമാണിത്. എറണാകുളം കുണ്ടന്നൂരിലെ ഈ തോക്കു ചൂണ്ടിയുള്ള കവർച്ച എന്ന് പറയുന്നത്. മോഷണത്തിൽ കവർച്ചയിൽ 7 പേരാണ് അറസ്റ്റിലായിട്ടുള്ളത്. പിടിയിലായവരിൽ ഒരാൾ എറണാകുളത്തെ അഭിഭാഷകനാണ്. സംഘത്തിൽ മുഖംമൂടി ധരിച്ചെത്തിയ 3 പേർ കൂടിയുണ്ട്. അവർ പിടിയിലാവാനുണ്ട്. അവർക്കായുള്ള അന്വേഷണം വളരെ ഊർജിതമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഈ കവർച്ചയുമായി ബന്ധപ്പെട്ട 7 പേരാണ് അറസ്റ്റിലായിട്ടുള്ളത്. ഇവരുമായി ബന്ധമുള്ള മറ്റ് നിരവധി പേർ കസ്റ്റഡിയിലുണ്ട് എന്നുള്ളത് ഇന്നലെ തന്നെ കൊച്ചി കമ്മീഷണർ അറിയിച്ച കാര്യമാണ്. നവമി കേൾക്കുന്നുണ്ടോ? തുടരാം. ആര്യായി കുണ്ടന്നൂരിൽ തോക്ക് ചൂണ്ടി 8 ലക്ഷം രൂപ തട്ടിയെടുത്ത സംഭവത്തിൽ ഇപ്പോൾ 7 പേരെയാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഇതിൽ ഈ കവർച്ചയ്ക്ക് നേരിട്ട് പങ്കെടുത്ത ഒരാളും പിടിയിലായിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിന്റെ ഒരു മുഖ്യ ആസൂത്രകനായി പോലീസ് പറയുന്നത് ഒരു അഭിഭാഷകനാണ്. അയാളെയും അന്വേഷണ സംഘം പിടികൂടിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ഈ മുഖംമൂടി ധരിച്ചെത്തിയ 3 പേരെ അന്വേഷണ സംഘത്തിന് പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. അവർ ഉപയോഗിച്ചിരുന്ന കാറ് തൃശൂരിൽ നിന്നും കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇയാൾ 81 ലക്ഷം രൂപയാണ് ഈ കട ഉടമയിൽ നിന്നും തോക്ക് ചൂണ്ടി തട്ടിയെടുത്തത്. ഇനി എന്തിനാണ്, ഏത് വിധത്തിലാണ് ഇവർ ഈ ആസൂത്രണം ചെയ്തതെന്നാണ് അറിയേണ്ടിയിരിക്കുന്നത്. അതിന്റെ വിശദമായിട്ടുള്ള അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് 7 പേരെ പിടിയിലായത്. 1-ാം പ്രതി ജോജി, 2-ാം പ്രതി വിഷ്ണു, 6-ാം പ്രതി സജി. മറ്റ് 3 പേരുടെയും പേര് അന്വേഷണ സംഘം പുറത്തു വിട്ടിട്ടുമില്ല. ഇങ്ങനെ 3 പേരാണ് ആദ്യമായി അന്വേഷണ സംഘം പിടികൂടുന്നത്. ഇവർ ആ സംഭവ സമയത്ത് തന്നെ ഈ സ്ഥലത്തുണ്ടായിരുന്നു. ഈ കട ഉടമയിൽ നിന്നും പണം വാങ്ങുന്ന സമയത്ത് തന്നെ ഇവരുണ്ടായിരുന്നു. ഇതിൽ ജോജിയാണ് ഈ സുബിൻ എന്ന ഈ കട ഉടമയുമായി സംസാരിക്കുകയും ഇയാളിൽ നിന്ന് പണം ഇരട്ടിപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് 81 ലക്ഷം രൂപ വാങ്ങുകയും ചെയ്തത്. ഈ കട ഉടമ കടയിൽ നിന്നുകൊണ്ട് 81 ലക്ഷം രൂപ എണ്ണുന്നതിനിടയിലാണ് തോക്കു ചൂണ്ടി ഒരു കാറിലെത്തിയ സംഘം തോക്കു ചൂണ്ടി പണം ആവശ്യപ്പെടുകയും വളരെ ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തുകൊണ്ട് ആ പണം തട്ടിയെടുത്ത് മുങ്ങുകയും ചെയ്തത്. അപ്പോൾ തന്നെ അന്വേഷണ സംഘത്തിന് മനസ്സിലാകുകയും ചെയ്തു, ഇവർക്ക് ഇത് വളരെ ആസൂത്രിതമായി ചെയ്ത ഒരു സംഭവം തന്നെയാണ്, ഒരു വലിയ ഒരു കൊള്ള തന്നെയാണ്. ഈ ജോജി ഈ സുബിനുമായി 15 ദിവസത്തെ മാത്രം പരിചയമേ ഉള്ളൂ. ആ പരിചയത്തിനിടയിലാണ് പൈസ ഇരട്ടിപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട്, ഒരു ഫണ്ടിലിട്ട് ഇരട്ടിപ്പിക്കാമെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇയാളിൽ നിന്നും അക്കൗണ്ടിൽ നിന്നും പണം പിൻവലിപ്പിക്കുകയൊക്കെ ചെയ്തത്. ആ പണം കൈമാറുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അരങ്ങേറുകയും ചെയ്തത്. ഈ ജോജിക്കൊപ്പം ഉണ്ടായിരുന്ന വിഷ്ണു, സജി, ഇവരെ 3 പേരെയും അന്വേഷണ സംഘം സംഭവ സമയത്ത് തന്നെ പിടികൂടുകയും ചെയ്തിരുന്നു. ഇവരിൽ നിന്നും വിശദമായി ചോദിച്ചറിഞ്ഞതിൽ നിന്നുമാണ് ഇവർക്കും ഇതിൽ വലിയൊരു പങ്കാളിയുണ്ട്. അതോടൊപ്പം തന്നെ ഒരു അഭിഭാഷകനും, എറണാകുളത്തെ ഒരു അഭിഭാഷകനും ഇതിൽ പങ്കുണ്ടെന്ന് പറയുന്നത്. ഈ അഭിഭാഷകനും സുബിനും തമ്മിൽ എന്ത് ബന്ധമെന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. എന്തായാലും അന്വേഷണ സംഘം ആ ഒരു രീതിയിലുള്ള ചോദ്യം ചെയ്യൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും 3 പേരെ പിടികൂടാനുണ്ട്. 3 പേരും മുഖംമൂടി ധരിച്ചെത്തിയ സംഘത്തിലുള്ളവരാണ്. അവർ ഈ പണം കൊണ്ട് മുങ്ങിയെന്ന് തന്നെയാണ് അന്വേഷണ സംഘം പറയുന്നത്. പക്ഷെ ഇവർ ഉപയോഗിച്ചിരുന്ന കാർ തൃശൂരിൽ നിന്നും ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു. ആര്യ. യെസ്, നവമി ദിനേശാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.